ഗൗരി ഒന്ന് വീണതാ. വീണോ? എന്താ അവക്ക് പറ്റി? പറ. അത് എന്താ എന്റെ ഗൗരിക്ക് പറ്റിയെന്ന്? മുരളി, നീ ടെൻഷൻ ആവണ്ട. ഡോക്ടർ നോക്കല്ലേ. നീ വന്നേ. എടാ നന്ദ, ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച് നടക്കണമെന്ന്. ഇതിപ്പോ എടാ നിങ്ങളുടെ കാര്യമായതുകൊണ്ടാ ദേവികയുടെ വീട്ടിലേക്ക് പോയതും ചന്ദ്രത്തേക്ക് വന്നതും എല്ലാം. ഇല്ലെങ്കിൽ ഒരിടത്തേക്കും വിടില്ലായിരുന്നു ഞാൻ അവളെ. അവളെ എങ്ങനെയാടാ വീണത്? സത്യത്തിൽ എന്താ അവിടെ നടന്നത്? ഞാനെല്ലാം പറയും. അത് നീ ഒന്ന് സമാധാനപ്പെടും. സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അവൾ ഓക്കെ അല്ലേ? അത് ഡോക്ടർ നോക്കല്ലേ? എനിക്ക് ഗൗരി ഒന്ന് കാണണം. സമാധാനപ്പെട്. എടാ എനിക്ക് ഗൗരി ഒന്ന് കാണണമെന്ന്. ഡോക്ടർ വരട്ടെ. നീ വന്നേ. എടാ എന്റെ ഗൗരി നീ വന്നേ. നീ വിട്. എടാ ഞാൻ കാണട്ടെ. നീ വാടാ. എന്താന്ന് എനിക്ക് അറിയണ്ടേ? പറയാം. നീ എന്നെ വിട്. വന്നേ. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്റെ മോള് ഇങ്ങനെ കരയാതെ. ആന്റി, ആന്റി ദാ പ്രസാദം. ആന്റി പൂജയൊക്കെ പൊളിയായിരുന്നു. ആന്റി എന്താ മൊത്തത്തിൽ വല്ലാതിരിക്കുന്ന? എന്തു പറ്റി ആന്റി? ഒന്നുമില്ല. സത്യാണല്ലോ. സത്യം മോളെ. അല്ല ആന്റിയെ കണ്ടപ്പോ തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. പൂജയൊക്കെ ഗംഭീരായിരുന്നു. മംഗല്യ പൂജ എന്ന് പറയുമ്പോ ഒരു വുഡ്ബിയെ മനസ്സിൽ കണ്ടോണ്ട് വേണമല്ലോ ചെയ്യാൻ. ഞാൻ ആരെ വിചാരിച്ച ചെയ്തേന്നറിയോ? നന്ദനെ. അല്ല അതങ്ങനെയാണല്ലോ. താലി കെട്ടുന്ന ആള് തന്നെ കയ്യെത്തും ദൂരത്തുള്ളപ്പോ നമ്മൾ എന്തിനാ മറ്റൊരാളെ പൂജിക്കുന്ന? ചേച്ചിയോട് ഞാൻ പറഞ്ഞില്ല നന്ദന് വേണ്ടിയാ പൂജ ചെയ്തേന്ന്. പിന്നെ ചേച്ചിയൊന്നും വിട്ടു പറയുന്നില്ല. ആർക്കു വേണ്ടിയാ പ്രാർത്ഥിച്ചെന്നൊക്കെ ഞാൻ ചോദിച്ചു. ആന്റി ആരോ ഒരാൾ ഈ കക്ഷിയുടെ ഉള്ളിലുണ്ട് കേട്ടോ. അയ്യോ ഇത് പറഞ്ഞില്ലല്ലോ. ഇതെന്താ? നമ്മുടെ പാർട്ട്ണർക്ക് ഒരു ചിന്ന ഗിഫ്റ്റ്. ഒരു ഷർട്ട് നന്ദന്. അതെ, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കൈനോട്ടക്കാരി എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവര് പറയാ മംഗല്യ പൂജ കഴിഞ്ഞു പോകുമ്പോ നമ്മൾ പ്രാർത്ഥിച്ച ആൾക്ക് വേണ്ടി ഒരു സമ്മാനം കൊടുക്കണമെന്ന്. അങ്ങനെ വാങ്ങിയതാ. അളവൊക്കെ കണക്കാവോ എന്തോ. നന്ദ, നന്ദ ഒന്ന് വന്നേ.
എല്ലാരും മീറ്റിംഗാ. ആ നന്ദൻ ഇവിടെ ഇല്ല മോളെ. അയ്യോ, അതെന്ത് പരിപാടിയാ? അമ്പലത്തിൽ നിന്ന് വന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാണല്ലോ. ഓ, ഇന്ന് അവന് അവന്റേതായ കുറെ തിരക്കുകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ മുരളിയുടെ വീട്ടിലായിരിക്കും. നമ്മുടെ കക്ഷിക്ക് മുരളി കാണാതിരിക്കാൻ പറ്റില്ലേ? ഓക്കെ, അവൻ വന്നാൽ ഉടനെ എന്നെ വിളിക്കണേ. ഈ സസ്പെൻസ് ആരും പൊളിക്കല്ലേ, ഞാൻ നേരിട്ട് കൊടുത്തോളാം. അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നന്ദൻ എവിടെ? ദേവിക വന്നില്ലേ? ഞാൻ ദേവികയെ കാത്തിരിക്കുകയല്ലായിരുന്നു. കാത്തിരിക്കില്ലെന്ന് എനിക്കറിയാം. കാത്തിരിക്കണ്ട. അവളിവിടെ വന്നോ? ഈ വീട്ടിലേക്ക് ആരും കയറിയിട്ടില്ല. ഇപ്പൊ ഇവിടെ ഞാനും സിദ്ധുവും നിങ്ങളും മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? അമ്മ ദേവിക്ക് എന്തെങ്കിലും ചെയ്തോ? നീ ഒന്നും മിണ്ടാതെ പോരാ രജനി. മനുഷ്യൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഓരോ അന്വേഷണം. ഡോക്ടറെ, ഗൗരി മോളെ, അത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഗൗരിയുടെ ഹസ്ബൻഡ് വന്നിട്ടില്ലേ? മുരളി അവിടെയുണ്ട്, ഞാൻ വിളിക്കാം. ഡോക്ടറെ, ഗൗരിയുടെ അവസ്ഥ എന്താ? എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഹസ്ബൻഡ് വരട്ടെ, പറയാം. എന്നാലും നീ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഒന്നുമില്ലടാ, നീ ധൈര്യമായിട്ടിരിക്കെ. മുരളിയേട്ടാ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഡോക്ടറെ, ഗൗരി മോളെ എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ? കുറച്ചുകൂടെ കഴിയട്ടെ ഭാർഗവിയമ്മേ. ഡോക്ടർ, എങ്ങനെയുണ്ട് എന്റെ ഗൗരിക്ക്? ഗൗരിക്ക് കുഴപ്പമൊന്നുമില്ല. ഷീസ് ഓൾ റൈറ്റ്. ഡോക്ടർ, മറ്റെന്തെങ്കിലും പ്രോബ്ലം? വിഷമിച്ചിട്ട് കാര്യമില്ല. ഓൾറെഡി അബോട്ടായി. എന്താ എന്താ പറഞ്ഞേ? കുഞ്ഞു പോയി. ശക്തമായ വീഴ്ചയായിരുന്നു. വീഴ്ചയിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. അയ്യോ, എന്റെ മോള്, ഗൗരി മോള്, സിസ്റ്റർ, വീൽ ചെയർ കൊണ്ടുവരൂ.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ അമ്മേ ഗൗരിയച്ചിയുടെ കാര്യം. ദേവിയച്ചിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയില്ല. പ്രഭയാണ് ഇതിന് കാരണക്കാരിയെന്ന് മുരളി അറിയുമ്പോ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും മുരളിയേട്ടൻ ചോദിക്കും. മിക്കവാറും ഇതോടെ തീരും ആ സ്ത്രീയുടെ അഹങ്കാരം. അമ്മേ, ഇവിടെ എന്താ നടന്നത്? അമ്മയുടെ ഭാവം കണ്ടിട്ട് ഇവിടെ എന്തോ സംഭവിച്ചതുപോലെയുണ്ട്. നന്ദിനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല. ദേവികയുടെ ഫോണാണെങ്കിൽ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അവൾ ഇവിടെ വന്നിരുന്നോ? അമ്മയോടാ ചോദിക്കുന്നത്. ദേവി ഇവിടെ വന്നിരുന്നോന്ന്. വന്നു. എന്നിട്ട് അവളെവിടെ? ഞാൻ പിടിച്ചങ്ങ് വിഴുങ്ങി. അമ്മേ, മനുഷ്യന് ദേഷ്യം വരുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാ പറയാമേ. അവര് വന്നപ്പോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നന്ദൻ ദേവികയും വിളിച്ചോണ്ട് എവിടേക്കെങ്കിലും പോയോ? ഇങ്ങനെ ദേവിക ദേവിക എന്ന് വിളിച്ചു പറഞ്ഞ് മീര അറിയിക്കണ്ട. ഒന്ന് ഒച്ച വെക്കാതിരുന്നൂടെ? ശരി, ഞാൻ മുരളി ഒന്ന് വിളിച്ചു നോക്കട്ടെ. നന്ദന്റെ കാര്യങ്ങൾ അവൻ അറിയാതിരിക്കില്ലല്ലോ. വേണ്ട, മുരളി ഒന്നും വിളിക്കണ്ട. നന്ദൻ കുറച്ചു കഴിയുമ്പോ ഇങ്ങോട്ട് തന്നെ വരും. വെറുതെ നാട്ടിലുള്ളവരെയൊക്കെ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട. എന്താ കാര്യമെന്ന് പറയമ്മേ. ദേവിക എവിടെ? അവൾ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് എവിടെ? നന്ദന്റെ കൂടെ പോയി. കുറച്ച് കഴിയുമ്പോ തിരിച്ചിവിടെ എത്തും. അല്ല, അവള് അത്രയും അറിഞ്ഞാ മതി. അമ്മേ, ഇനി 4-5 മാസം കൂടെ കഴിയുമ്പോ എനിക്ക് വേണ്ടി ചോദിക്കാൻ ഒരാൾ കൂടി വരിക. ഒരു കുട്ടി ഗൗരി. അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടി മുരളിയാണെന്ന്. പിന്നെ സൂക്ഷിച്ച് പറഞ്ഞേ. ഓടിച്ചാടി നടന്ന് എന്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കരുത്. ഒന്ന് പോ മുരളിയേട്ടാ. എന്താ ഇത്? എടാ, അവൾക്ക് ആൺകുഞ്ഞ് മതിയെന്നായിരുന്നു. എനിക്ക് പെൺകുഞ്ഞും. ഞങ്ങൾ എന്തോ അതും പറഞ്ഞ് പിണങ്ങുമായിരുന്നു. ഇപ്പൊ ഇത് ഒന്നുമില്ലാത്ത അവസ്ഥയില്. എടാ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ ഗൗരി. അവളിത് അറിഞ്ഞിട്ടുണ്ടാവൂടാ. അവളിതെങ്ങനെ സഹിക്കും? ഞാനിപ്പോ അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുക? എനിക്കറിയാൻ പാടില്ല എന്റെ ഈശ്വര.
മോള് ചെന്ന് ചേച്ചിയോട് പറ ഭാർഗവി ആന്റിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. എടാ അമ്മയ്ക്ക് എന്താ പറ്റിയേ? വല്ല അറ്റാക്കും വന്നോ? ചീത്ത പറഞ്ഞാലും വഴക്ക് കൂടിയാലും അമ്മൂമ്മയാവാനായിട്ട് കൊതിച്ച് നടക്കുക. എടാ ആന്റിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയി നോക്കിട്ട് വരാം. ഇവിടെ വന്നിരിക്കേ, നീ വാ. മോളെ ഭാർഗവി ആന്റിക്ക് BP കൂടിയതാ. ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ആന്റി കുഴപ്പമൊന്നുമില്ല. ചേച്ചി, ഗൗരിയച്ചയുടെ വീട്ടിൽ അറിയിച്ചില്ലല്ലോ? നേരാ, ഞാൻ നന്ദനോട് പറയും, കുറച്ച് കഴിയട്ടെ. ഇത് അവിടെ കൊണ്ട് കൊടുത്തിട്ട് വരും. ഓക്കേ ഡോക്ടർ. ഡോക്ടർ, യെസ്. എനിക്ക് വയറ് വല്ലാതെ വേദനിക്കുന്നു. എന്ത് പറ്റിയതാ എനിക്ക്? പേടിക്കേണ്ട ഗൗരി. എന്നെ എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേ? ഗൗരി, ഈ സമയത്ത് നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എനിക്ക് എനിക്ക് വേദന എടുക്കുന്നു ഡോക്ടർ, കൊളുത്തി വലിക്കുന്നത് പോലെ. കുറച്ച് വേദനയുണ്ടാവും, ടെൻഷൻ ആവണ്ട. എല്ലാവരും പുറത്തുണ്ട്. മുരളീട്ടനുണ്ടോ? മുരളീട്ടൻ എവിടെ? എനിക്ക് മുരളീട്ടനെ ഒന്ന് കാണണം. അതെ, നേരത്തെ കൊടുത്ത മെഡിസിൻ ഒന്നുകൂടെ കൊടുത്തേക്കൂ. ശരി ഡോക്ടർ. വേദനിക്കുന്നു ഡോക്ടറെ, ഒന്ന് മുരളീട്ടനെ വിളിക്കൂ പ്ലീസ്.